വേദിയെ പ്രകമ്പനം കൊള്ളിച്ച് ഞൊടിയിടയിൽ ഉഗ്രരൂപിണിയായി മാറുന്ന രക്തരക്ഷസിനെ നെഞ്ചേറ്റി നാടക ആസ്വാദകർ. സാങ്കേതിക തികവിന്റെ സഹായത്തോടെ സിനിമയോട് കിടപിടിക്കുന്ന കലാനിലയത്തിന്റെ മാസ്റ്റർ പീസായ രക്തരക്ഷസ് എന്ന നാടകം കാണികൾക്ക് സമ്മാനിക്കുന്നത് അത്യപൂർവമായ അനുഭവമാണ്. രണ്ട് പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കുന്നംകുളത്തെത്തിയ കലാനിലയത്തിന്റെ രക്തരക്ഷസ് പുതു തലമുറയുള്ളവരിൽ ആശ്ചര്യവും അത്ഭുതവും അമ്പരപ്പുമാണ് സൃഷ്ടിക്കുന്നത്. മലയാള നാടകവേദിയിൽ ചരിത്രം സൃഷ്ടിച്ച കലാനിലയത്തിന്റെ രക്തരക്ഷസ് എന്ന നാടകം ജനുവരി 2 മുതൽ കുന്നംകുളത്ത് പ്രദർശനം ആരംഭിച്ച് നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നു വരികയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് നാടകപ്രേമികളാണ് ഇതിനകം നാടകം കണ്ട് ആസ്വദിച്ചത്. 5 പതിറ്റാണ്ട് മുൻപ് അവതരണം തുടങ്ങിയ നാടകം ഇന്നും പുതുമ ചോരാതെ സാങ്കേതിക സംവിധാനങ്ങളുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് കാണികളിൽ വിസ്മയം തീർത്തത്. ശനിയാഴ്ച രാവിലെ 10:30 കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 500ഓളം വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകർക്കുമായി നാടകത്തിന്റെ സ്പെഷ്യൽ ഷോയുടെ അവതരണം നടന്നു. പ്രദർശനം കണ്ടിറങ്ങിയ വിദ്യാർത്ഥികൾക്കെല്ലാം കിടിലം എന്നൊരൊറ്റ അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പേടി തോന്നി, എന്നാലും പേടി തോന്നിയെങ്കിലും നാടകത്തിന്റെ സെറ്റിംഗ്സ്, ശബ്ദ വെളിച്ച സംവിധാനങ്ങളുടെ നിയന്ത്രണം തുടങ്ങിയവ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നുവെന്നാണ് കുട്ടികളുടെ പക്ഷം. സ്റ്റേജിന്റെ ആ ഒരു ഇത് ഭയങ്കര ഇതായിരുന്നു. നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യില്ല അതിങ്ങനെയായിരിക്കും. നല്ല രസമുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലായിരുന്നു. സ്റ്റേജ് ആണെങ്കിലും സൗണ്ട് എഫക്റ്റ് ആണെങ്കിലും നമ്മൾ അതിനകത്തുള്ള ഒരാളായിട്ട് തോന്നിച്ചു. നല്ല ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. കണ്ടതിൽ വെച്ച് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നല്ലൊരു പുതിയൊരു അറിവ് പോലത്തെ ഒരു പടം നാടകം. നല്ല ഇഷ്ടമായി. പിന്നെ നല്ലോണം പേടിക്കണ്ടായിരുന്നു. പെട്ടെന്നെല്ലാം വന്നത്, ഒന്നൊരു പ്രതീക്ഷിക്കാത്ത ഒരു രീതിക്ക് എല്ലാം ഞെട്ടികളായിരുന്നു. ഒരു സിനിമ എന്ന ഒരു രീതിയിൽ തന്നെ കണ്ടു. നല്ല രസമായിരുന്നു. ഈ ഒരു നാടകം കണ്ടപ്പോൾ ആകെ ഒരു പേടി വന്നു. പിന്നെ കുറച്ച് കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അത് യക്ഷി വരുമ്പോൾ പേടിക്കും. നല്ല സൗണ്ട് എഫക്റ്റ് അടിപൊളിയാ. പിന്നെ ലൈറ്റ്സ് അടിപൊളിയാ. എല്ലാം അടിപൊളിയാ. ഉള്ളടക്കത്തിലും അവതരണത്തിലും ധാരാളം പുതുമകളുമായാണ് രക്തരക്ഷസ് വീണ്ടും എത്തിയിട്ടുള്ളത്. ഞൊടിയിടയിൽ മാറിമറിയുന്ന സെറ്റിംഗ്സുകൾ, വിമാനവും കാറും കൊടുങ്കാറ്റും വെള്ളച്ചാട്ടവും ബഹുനില മന്ദിരവും മനോഹരമായ ഉദ്യാനവും പിന്നെ കാണികളുടെ ചോര തണുത്തുറഞ്ഞു പോകുന്ന വിധത്തിൽ നിമിഷ നേരം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന അതിഉഗ്രരൂപിണിയായ രക്തരക്ഷസിന്റെ രംഗപ്രവേശനവും പ്രേക്ഷകരെ കോരിത്തെരിപ്പിക്കുന്ന ദൃശ്യാനുഭവങ്ങളാണ് നാടകം സമ്മാനിക്കുന്നത്. 52 വർഷമായി തുടർച്ചയായി വേദികളിൽ പ്രദർശനം തുടരുന്ന രക്തരക്ഷസ് മുൻ തലമുറകളെ പോലെ പുതുതലമുറയെയും ഏറ്റെടുത്തിരിക്കുന്നുവെന്നാണ് നാടകത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറായ അനന്ത പത്മനാഭൻ പറഞ്ഞു. ഏരിസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുമായി സഹകരിച്ച് ഏരിസ് കലാനിലയം എന്ന പേരിലാണ് ഇപ്പോൾ നാടകം അവതരിപ്പിക്കുന്നത്. ലോക നാടക ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു നാടകത്തിന് 2ാം ഭാഗമുണ്ടാകാൻ പോകുന്നത് കലാനിലയത്തിന്റെ രക്തരക്ഷസിൽ കൂടിയായിരിക്കാം. ഇപ്പോൾ അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് ചാപ്റ്റർ 1ന്റെ 2ാം ഭാഗം ചാപ്റ്റർ 2 അധികം വൈകാതെ തന്നെ അരങ്ങിൽ എത്തിക്കാനും പദ്ധതിയുള്ളതായി അനന്ത പത്മനാഭൻ വ്യക്തമാക്കി. 1973 മുതൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് പണ്ടത്തെ ആൾക്കാർ. അപ്പോൾ അവർക്ക് പഴയ പോലത്തെ നാടകം അതേപോലെ കൊടുക്കുക എന്നുള്ളൊരു വലിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. അതേപോലെ പുതിയ തലമുറയിലുള്ള കുട്ടികളെ എങ്ങനെ ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റും, അവരെ അത്ഭുതപ്പെടുത്താൻ എങ്ങനെ പറ്റും. കാരണം ഇന്നത്തെ കാലത്ത് ലോകത്തുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റ്സും അവരുടെ വിരൽത്തുമ്പിൽ കിട്ടുന്നൊരു കാലഘട്ടത്തിൽ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും പുതിയ തലമുറയിലെ കുട്ടികൾ എന്ന വലിയൊരു ആശങ്കയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇത് 2 ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ചാപ്റ്റർ 1, ചാപ്റ്റർ 2 എന്നുള്ള രീതിയിൽ. അതും ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമായിരിക്കാം. അപ്പം ചാപ്റ്റർ 2ൻ്റെ കുറേ ഭാഗങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തു. കാരണം അതിൻ്റെ ലിങ്ക് കിട്ടാൻ വേണ്ടി. അപ്പം നെക്സ്റ്റ് ടൈം കാണുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടണമല്ലോ. അപ്പോൾ പക്ഷേ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ പഴയ തലമുറയും പുതിയ തലമുറയും ഒരുമിച്ച് ഈ നാടകത്തിനെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. മികച്ച കാഴ്ചാനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന ഈ നാടകം പ്രേക്ഷക പ്രീതിയുടെ ഗിരിശൃംഗങ്ങൾ കീഴടക്കി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.